മലയാളം ഉണ്ട്, തമിഴ് ഉണ്ട്, തെലുങ്ക് ഉണ്ട്, കന്നഡ ഉണ്ട്, ഹിന്ദി ഉണ്ട്. യെസ്, നമ്മുടെ ഇന്ത്യൻ കറൻസിയെ കുറിച്ചുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഫാക്ട്സ് ഇല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ നോട്ട് പ്രിന്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബോംബെ അല്ലെങ്കിൽ നമ്മുടെ മുംബൈ പ്രസ്ഥാനമായിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ കറൻസി പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്ത്യയിലെ കറൻസിയുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ലാംഗ്വേജുകൾ അഥവാ ഭാഷകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് ഭാഷകൾ 22 പക്ഷേ ഇന്ത്യയുടെ നോട്ടിന് പിറകെ ഹിന്ദിയും ഇംഗ്ലീഷും അടക്കം വെറും 17 ഭാഷകളേ ഉള്ളൂ. അതായത് ഇംഗ്ലീഷ് ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് ലാംഗ്വേജ് അല്ല, അതിനെ ഒഴിവാക്കിയാൽ ഹിന്ദി അടക്കം 16 ഷെഡ്യൂൾഡ് ലാംഗ്വേജ് മാത്രമേ ഇന്ത്യയുടെ നോട്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിന്റെ ബാക്കിലുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ബാക്കി 6 ലാംഗ്വേജുകൾ ഇതിൽ ഉൾപ്പെടുത്താത്തത്? അതിനെക്കുറിച്ച് അറിയാം ഇന്നത്തെ പരിപാടി. നമ്മൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് 6 ബാക്കി ലാംഗ്വേജുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നറിയലാണ്. അതായത് ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ 22ഓളം ഷെഡ്യൂൾ ലാംഗ്വേജ് ഉണ്ട്. അതിൽ 16 മാത്രമേ സ്ക്രിപ്റ്റ് അഥവാ ലിപി ഉള്ളൂ. ഇന്ത്യയിൽ ലിപി ഇല്ലാത്ത 6 ലാംഗ്വേജുകളാണ് ഇന്ത്യയിലെ ഈ ഒരു നോട്ടിൽ ഉൾപ്പെടുത്താത്തത്. അതായത് ഇന്ത്യയിലെ ഈ കറൻസിയിലെ നോട്ടിൽ ഉൾപ്പെടുത്താത്ത ലാംഗ്വേജുകൾ അറിയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. സോ ഏതൊക്കെയാണ് ഇന്ത്യയിൽ ഈ നോട്ടിൽ ഉൾപ്പെടുത്താത്ത 6 ലാംഗ്വേജസ്? ഒന്നാമത്തത് ബോഡോയാണ്, രണ്ടാമത്തത് സന്താലി, മൂന്നാമത്തത് സിന്ധി, അടുത്തത് ഡോഗ്രി, പിന്നെ മൈഥിലി, പിന്നെ മണിപ്പൂരി. ഇത്രയും ഭാഷകളാണ് ഇന്ത്യയുടെ കറൻസിയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇന്ത്യയുടെ കറൻസിയുമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അറിയുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ത്യൻ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് അയച്ചു തന്നാൽ ഞാൻ അത് മറ്റൊരു വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിലേക്ക് ഇന്ത്യൻ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാം. സോ 22 ഷെഡ്യൂൾ ലാംഗ്വേജുകൾ ഇന്ത്യയിൽ വെറും 16 മാത്രം ഇന്ത്യയിൽ നോട്ടിൽ ഉൾപ്പെടുത്താൻ കാരണം ലാംഗ്വേജുകൾക്ക് സ്ക്രിപ്റ്റ് ഇല്ലാത്തതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ നിഹാലി സ്റ്റോറി ടെല്ലർ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്ത ആഴ്ച കാണാതിരിക്കും. ബൈ.